ഇറാൻ US ആണവ ചർച്ചകളെ ലോകമേറെ പ്രതീക്ഷയോടെയാണ് കണ്ടത്. ഒമാൻ്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ ഫലപ്രദവുമായിരുന്നു. അതിനിടെയാണ് ഇസ്രായേൽ തികച്ചും അപ്രതീക്ഷിതമായി ഇറാനെ ആക്രമിച്ചത്. പിന്നാലെ US കൂടി ഇറാനെ ആക്രമിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഇറാനെ ആക്രമിക്കാനുള്ള USൻ്റെ തീരുമാനം വൻ അബദ്ധമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതേ അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുകയാണ് USൻ്റെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ തീരുമാനം അനാവശ്യവും വിപരീത ഫലം ഉളവാക്കുന്നതുമാണെന്നാണ് US മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സലിവൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ഇറാൻ ഒരു ദീർഘകാല നയതന്ത്ര കരാർ അംഗീകരിക്കാൻ തയ്യാറായ സമയത്തുണ്ടായ ആക്രമണം അബദ്ധമായി പോയി എന്ന് തന്നെയാണ് ജെയ്ക്ക് സലിവൻ അഭിപ്രായപ്പെട്ടത്. വെള്ളിയാഴ്ച ആസ്പൻ സെക്യൂരിറ്റി ഫോറത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു ജെയ്ക്ക് സലിവൻ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത്. ട്രംപ് ഭരണകൂടത്തിന് സൈനിക നടപടി പൂർണ്ണമായും ഒഴിവാക്കാമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഏതാനും വർഷങ്ങൾ മാത്രമല്ല, പതിറ്റാണ്ടുകളോളം അവരുടെ ആണവ പദ്ധതിയെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്ന വളരെ നല്ലൊരു കരാറിന് ഇറാൻ തയ്യാറായിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാൻ ആണവ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള ഏക മാർഗം നയതന്ത്രമാണെന്ന് സലിവൻ പറഞ്ഞു. എൻ്റെ കാഴ്ചപ്പാടിൽ ട്രംപ് സ്വീകരിക്കേണ്ട മാർഗം അതാണ്. അദ്ദേഹം ഇപ്പോഴും അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇറാൻ ആണവ ഭീഷണിക്ക് ശാശ്വതമായൊരു അന്ത്യം കൈവരിക്കുന്നതിനുള്ള ഏക പ്രായോഗിക മാർഗം നയതന്ത്രമാണ്, ജെയ്ക്ക് സലിവൻ വ്യക്തമാക്കി. അമേരിക്കൻ പൈലറ്റുമാർ ആക്രമണങ്ങൾ വിജയകരമായി നടത്തിയാലും നമുക്കിപ്പോഴും ഒരു കരാർ ആവശ്യമാണ്. സ്ഥാപിച്ചിട്ടുള്ള ചില സെൻട്രിഫ്യൂജുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇറാനിൽ ഇപ്പോഴും സമ്പുഷ്ടമായ യുറേനിയം ശേഖരങ്ങളും സെൻട്രിഫ്യൂജ് ശേഷിയും ഉണ്ട്. സത്യം പറഞ്ഞാൽ ആർക്കും അത് സ്ഥിരീകരിക്കാൻ കഴിയില്ല. പുനർനിർമ്മിക്കാനുള്ള സാങ്കേതിക ശേഷി അവർക്കിപ്പോഴുമുണ്ട്, ജെയ്ക്ക് സലിവൻ പറഞ്ഞു. ആ ഘട്ടത്തിൽ തന്നെ ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധകരെ ആണവ കേന്ദ്രങ്ങളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. അതിനാൽ ഒരു ആണവ കരാറിന് കീഴിൽ സാധ്യമായിരുന്ന പരിശോധനയും മേൽനോട്ടവും USന് നഷ്ടപ്പെട്ടുവെന്നും ജെയ്ക്ക് സലിവൻ പറഞ്ഞു. ജൂൺ 22-നാണ് US ഇറാനിൽ ആക്രമണം നടത്തിയത്. പിന്നാലെ ഇറാനും തിരിച്ചടിച്ചു. 48 മണിക്കൂറിനുള്ളിൽ ഖത്തറിലെ USൻ്റെ അൽ ഉദൈദ് സൈനിക താവളത്തെ ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇറാൻ്റെ ആക്രമണം സൈനിക താവളത്തിൽ വലിയ നാശം വിതച്ചു. പിന്നാലെ US വെടിനിർത്തലിന് നിർബന്ധിതരായി. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 പ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു US B-2 ബോംബറുകളും പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങളും വിന്യസിച്ചത്. ആക്രമണങ്ങൾ ഭൂഗർഭ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയതായി US അവകാശപ്പെട്ടു. എന്നാൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ നാശം വരുത്തുവാൻ USൻ്റെ ആക്രമണങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തു വന്നു. ഈ റിപ്പോർട്ടുകളെ ശരിവയ്ക്കുന്നതാണ് USൻ്റെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ വെളിപ്പെടുത്തലുകൾ.